ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ചൈനയും എത്തി. ഇറാനിലെയും ഇസ്രായേലിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇരു രാജ്യങ്ങളിലും താമസിക്കുന്ന പൗരന്മാർക്ക് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ചൈന അറിയിച്ചു. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ അതീവ ഉത്കണ്ഠയുണ്ടെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണം ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നില്ലെന്നും ചൈന പറയുന്നു. അതേസമയത്ത് തന്നെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുകയാണ്. ഇറാന്റെ വ്യോമ കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഇന്ന് പുലർച്ചെയും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയുമായി ഇറാനും രംഗത്ത് വന്നതോടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ്. ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളായ ടെൽ അവീവിലും ജെറുസലേമിലും ഇറാന്റെ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്. ഇറാന്റെ ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 300ഓളം മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ 150ഓളം മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചുവെന്നും 9 മിസൈലുകൾ ഒഴികെ ബാക്കിയെല്ലാം വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ ടെൽ അവീവിൽ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നു വീണ കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിനെതിരായ തിരിച്ചടിക്ക് പിന്നാലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ജനങ്ങൾ ദേശീയ പതാകയേന്തി ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം പശ്ചിമേഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ സായുധ സേനകളിൽ ഒന്നാണ് ഇറാനിയൻ സായുധ സേന. അവർക്ക് 5,80,000 സജീവ സൈനികരും 2 ലക്ഷം പരിശീലനം ലഭിച്ച റിസർവ് ഉദ്യോഗസ്ഥരുമുണ്ട്. 4,65,000 പേർ കൂടി അവരുടെ റിസർവ് സേനയിൽ അംഗങ്ങളാണ്. ഇതിനു പുറമെ 8,000 പേർ അർദ്ധ സൈനിക വിഭാഗത്തിലും അംഗങ്ങളായിട്ടുണ്ട്. എന്നാൽ പ്രതിരോധ ചെലവിന്റെ കാര്യത്തിൽ ഇസ്രായേലാണ് ഇറാനേക്കാൾ മുന്നിലുള്ളത്. ഇസ്രായേലിന്റെ പ്രതിരോധ ബജറ്റ് $24 ബില്യൺ. ഇറാന്റേത് $9.95 ബില്യൺ. മനുഷ്യശക്തിയുടെ കാര്യത്തിൽ ഇറാൻ ഇസ്രായേലിനെ മറികടക്കുമെങ്കിലും ആധുനിക ആയുധ ശക്തിയുടെ കാര്യത്തിൽ ഇസ്രായേലാണ് മുന്നിൽ. അമേരിക്കയുടെ സഹായം കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇറാനേക്കാൾ കൂടുതൽ വ്യോമ ശക്തിയുണ്ട്. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ഇസ്രായേലിന് ആകെ 612 വിമാനങ്ങളുണ്ട്. ഇറാനി 551 വിമാനങ്ങളാണ് ഉള്ളത്. ഇസ്രായേലിന്റെ വ്യോമസേനയിൽ F-15, F-16, F-35 പോലുള്ള അമേരിക്കയുടെ ഏറ്റവും ആധുനിക വിമാനങ്ങളും ഉൾപ്പെടുന്നു. കൂടാതെ മൾട്ടി ടയർ വ്യോമ പ്രതിരോധ സംവിധാനവുമുണ്ട്. അതിൽ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ, ദി പാട്രിയറ്റ് എന്നിവയും ഉണ്ട്. എന്നാൽ ഇറാന്റെ മിസൈൽ ആയുധ ശേഖരത്തിന് മുന്നിൽ ഇസ്രായേൽ ഒന്നുമല്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരമാണ് ഇറാനിലുള്ളത്. അതിൽ ക്രൂയിസ് മിസൈലുകളും ആന്റിഷിപ്പ് മിസൈലുകളും 2000 കിലോമീറ്റർ വരെ പരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട്. ഇസ്രായേൽ ഉൾപ്പെടെ ഏത് ലക്ഷ്യത്തെയും ആക്രമിക്കാനുള്ള ശേഷിയും ദൂരപരിധിയും ഇവക്കുണ്ട്. കരശക്തിയുടെ കാര്യത്തിലാണെങ്കിൽ ഇസ്രായേലിന് 1370 ടാങ്കുകളുണ്ട്. ഇറാന് 1996 ടാങ്കുകളാണ് ഉള്ളത്. അവിടെയും ഇറാന് ചെറിയ മുൻതൂക്കമുണ്ട്. വലിയ സൈനിക ശക്തിയാണെങ്കിലും ഇറാനോ ഇസ്രായേലിനോ കാര്യമായ നാവിക സാന്നിധ്യം ഇല്ലെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എങ്കിലും ചെറിയ ബോട്ടുകളിൽ ആക്രമണം നടത്താൻ ഇറാന് കഴിയും. ആണവോർജ്ജത്തിന്റെ കാര്യത്തിൽ ഇസ്രായേലിന് മുൻതൂക്കമുണ്ടെങ്കിലും ഇറാന്റെ രഹസ്യ ആവനാഴിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന കാര്യം ലോകത്തിന് അറിയില്ല. ഇറാന്റെ സൈനിക ശക്തികളിൽ ഏറ്റവും വലുത് അതിന്റെ സൈനിക സംവിധാനമാണ്. ഇറാന്റെ എതിരാളികളായ അമേരിക്കയും ഇസ്രായേലും ഏറെ നാളായി ഇറാനെതിരെ നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ നടത്തിയിരുന്നില്ല. അത് ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേൽ ആക്രമണത്തിന് തുനിഞ്ഞത് തന്നെ ഇറാൻ ആണവായുധം കൈവശപ്പെടുത്തുന്നതിലെ ഭയം കൊണ്ടാണ്. അല്ലാത്തപക്ഷം ഒരു ആക്രമണം അവർ നടത്തില്ലായിരുന്നു. എന്നാൽ ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത് പ്രതിരോധത്തിന്റെ ആക്സിസ് എന്നറിയപ്പെടുന്ന പ്രോക്സി മിലീഷ്യകളുടെ ഒരു വൻ ശൃംഖലയാണ്. ഇറാൻ ആയുധം നൽകുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന പല ഗ്രൂപ്പുകളുണ്ട്. ലെബനോണിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, സിറിയയിലെയും ഇറാഖിലെയും മിലീഷ്യ ഗ്രൂപ്പുകൾ തുടങ്ങി ഗാസയിലെ ഹമാസും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും വരെ ഈ മിലീഷ്യകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇറാന്റെ സായുധ സേനയുടെ ഭാഗമായി അവരെ കാണുന്നില്ല എങ്കിലും അവർ യുദ്ധത്തിന് എപ്പോഴും തയ്യാറായി നിൽക്കുന്ന ആളുകളാണ്. ഇറാനെ സഹായിക്കാൻ അവർ ഏതറ്റം വരെയും പോകും. ഈ പ്രോക്സി ഗ്രൂപ്പുകൾ എപ്പോൾ എവിടെയൊക്കെ ആക്രമണം നടത്തുമെന്നത് സിഐഎക്കും മൊസാദിനും പോലും കണ്ടെത്താൻ കഴിയുന്നുമില്ല. അമേരിക്കയും ഇസ്രായേലും നേരിടാൻ പോകുന്ന മറ്റൊരു വെല്ലുവിളി ഹൂത്തികൾ അടങ്ങുന്ന ഈ പ്രോക്സി ഗ്രൂപ്പുകൾ തന്നെ ആയിരിക്കും.